നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. നല്ല ടേസ്റ്റിയായ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള വൈറ്റ് സോസ് പാസ്തയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് 3 സ്റ്റേജായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യമേ നമുക്ക് പാസ്ത വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ പാസ്തയാണ്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യമേ അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലതായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഒലിവ് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലതായിട്ട് വേകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാസ്ത നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ എടുത്ത് അത് മുറിച്ച് നോക്കുമ്പോൾ നല്ലതായിട്ട് മുറിഞ്ഞു വരുന്ന വിധത്തിലാകുമ്പോൾ നമുക്കതൊന്ന് അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് എടുക്കാം. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി അതിലേക്ക് മസാല വേണം. ഞാനിവിടെ വെജിറ്റബിളും ചിക്കനും എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, സവോള, ഒരു വെളുത്തുള്ളി, കോണ്, കുറച്ച് ചിക്കൻ വേവിച്ചെടുത്തത്. ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ 2 കപ്പ് പാസ്തയ്ക്ക് 1 കപ്പോളം വെജിറ്റബിളും ചിക്കനും ഇതെല്ലാം കൂടെ മതി. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ക്രഷ് ചെയ്ത കുരുമുളക്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോയും ബേസിലുമാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് അതുണ്ടാക്കാൻ വേണ്ടത്. അതിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് അത് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു വെളുത്തുള്ളിയുടെ ഒരു മണം വരുന്നിടം വരെ അതൊന്ന് മൂത്ത് കിട്ടണം. നമ്മുടെ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നമുക്കിതൊന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ നല്ലതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാപ്സിക്കവും കോണുമാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. മഷ്റൂമോ ബീൻസോ ഒക്കെ ചേർക്കാം. ഞാൻ ഇത്രയും മാത്രമേ വെജിറ്റബിൾ ചേർത്തിട്ടുള്ളൂ. ഇതും ചേർത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലതായിട്ടൊന്ന് വഴന്നു വന്നാൽ മാത്രം മതി. അതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നല്ലതായിട്ട് ഒന്നുകൂടെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഉപ്പും മസാലപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ബേസിലും ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്നും മാറ്റി വയ്ക്കാം. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടറിന് 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുക്കേണ്ടത്. കുറച്ച് പാല് 1 കപ്പോളം വേണം. നമ്മുടെ സോസിനനുസരിച്ച് സോസ് ലൂസാക്കുന്നതിനാണ് പാലെടുക്കുന്നത്. അത് ആവശ്യത്തിന്. പിന്നെ ഹെർബ്സ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അതിന് വേണ്ടത്. അതിന് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിലേക്ക് ബട്ടർ ആദ്യമേ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ബട്ടറിൽ കിടന്ന് മൈദയൊന്ന് നല്ലതായിട്ട് മൂത്ത് വരണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട്. ലോ ഫ്ലെയിം കൂട്ടരുത്. മൈദ കരിഞ്ഞു പോവുകയും കട്ട പിടിക്കുകയും ഒക്കെ ചെയ്യും.
അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ബട്ടറും മൈദയും ഒക്കെ നല്ലതായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. പാകത്തിന് അത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് പാലൊഴിച്ചു കൊടുക്കാം. കുറേശ്ശെ പാലേ ഒഴിക്കാവൂ, മൊത്തം കൂടെ ഒഴിച്ചാൽ കട്ടയായി പോവും. കുറേശ്ശെ പാല് ചേർത്ത് മൈദ ഇതുപോലെ ലൂസാക്കി എടുക്കണം. വേണമെങ്കിൽ ഈ ടൈമിൽ വിസ്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ വിസ്ക് എടുക്കാതെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുത്താൽ മതി, കട്ടയാവില്ല. നല്ലതായിട്ടൊന്ന് വീണ്ടും കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും കുറേശ്ശെ പാലൊഴിച്ചു കൊടുക്കാം. വീണ്ടും പാലൊഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കതൊന്ന് ലൂസാക്കി കൊടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ടയാകാതെ നമുക്കിതിങ്ങനെ ലൂസാക്കി എടുക്കണം. വീണ്ടും ടൈറ്റ് ആകുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പാല് ചേർക്കണം. ഒരു അരക്കപ്പ് പാലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സോസ് നല്ലതായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അരക്കപ്പ് പാലും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1.5 കപ്പോളം പാല് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി വരുന്നുണ്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ക്രഷ് ചെയ്ത കുരുമുളക് തന്നെയാണ് ഇവിടെയും ചേർക്കുന്നത്. അതിലേക്ക് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഒറിഗാനോയും ബേസിലുമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതും ചേർത്ത് വീണ്ടും നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ ഒരിക്കലും ഈ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് കൂട്ടരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വേണം ഇട്ട് ചെയ്യാനായിട്ട്. നമ്മുടെ സോസ് വീണ്ടും കുറുകി വരുന്നുണ്ട്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിളും ചിക്കൻ്റെയും മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമുക്ക് പാസ്തയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പാസ്തയാണ്, അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സോസ്, വൈറ്റ് സോസ് ഇത് എല്ലായിടത്തും മിക്സ് ആകുന്നിടം വരെ, പാസ്തയിലെല്ലാം നല്ലതായിട്ട് മിക്സ് ആകുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന സോസ് കറക്റ്റ് പാകത്തിനുള്ള സോസാണ്. ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിന് മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലതായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ വൈറ്റ് സോസ് പാസ്ത റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് നമുക്ക് സെർവ് ചെയ്യാം. ഇത് ചൂടോട് വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അഥവാ ഇനി തണുത്തു പോയാൽ പോലും അതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. പാല് ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്